സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷിന് രക്ഷപ്പെടാൻ റൂട്ട് പറഞ്ഞുകൊടുത്തത് എം.ആർ. അജിത് കുമാർ എന്ന കേസിലെ മറ്റൊരു പ്രതിയായ സരിത്തിന്റെ നിർണായക വെളിപ്പെടുത്തൽ. സ്വപ്ന സുരേഷിനും സന്ദീപ് നായർക്കും ബാംഗ്ലൂരുവിലേക്ക് വഴിയൊരുക്കിയതിൽ അജിത് കുമാറിന് പങ്കുണ്ട്. അതിർത്തി വഴികളിലൂടെ ബാംഗ്ലൂരുവിലേക്ക് എത്താനുള്ള നിർദ്ദേശങ്ങൾ ശിവശങ്കറിലൂടെ കൈമാറിയത് എം.ആർ. അജിത് കുമാറാണ്. എന്ത് പ്രശ്നങ്ങൾ നേരിട്ടാലും അജിത് സഹായിക്കുമെന്ന് ശിവശങ്കർ അറിയിച്ചിരുന്നു. 2022 ജൂൺ 8 തന്നെ പിടിച്ചുകൊണ്ടുപോയ സംഘം സ്വപ്നയുടെ രഹസ്യമൊഴിയിലെ വിവരങ്ങൾ അറിയാനാണ് ഉപദ്രവിച്ചത്. പൂജപ്പുര ജയിലിൽ വെച്ച് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെതിരെ പരാതി നൽകാൻ ജയിൽ സൂപ്രണ്ടും മറ്റു ഉദ്യോഗസ്ഥരും ഭീഷണിപ്പെടുത്തി. ഇഡിക്കെതിരെ പരാതി എഴുതി നൽകിയില്ല എങ്കിൽ അമ്മയെയും സഹോദരിയെയും കഞ്ചാവ് കേസിൽ കുടുക്കുമെന്ന ഉദ്യോഗസ്ഥർ ഭീഷണിപ്പെടുത്തിയതായും സരിത്തിന്റെ വെളിപ്പെടുത്തൽ. ശിവശങ്കർ നമ്മുടെ ഈ പ്രശ്നങ്ങൾ തുടങ്ങുന്നതിന് പറഞ്ഞിട്ട് അജിത് കുമാർ എന്ന് പറയുന്നത് ശിവശങ്കറിന്റെ ഏറ്റവും വലിയ അടുത്ത ദോസ്താണ്. ഈ എം.ആർ. അജിത് കുമാർ സാർ ആ സമയത്ത് ADGP ആയിരുന്നു. അതെ, ADGP ആയിരുന്നു. വിജിലൻസിന്റെ തലപ്പത്തായിരുന്നു അദ്ദേഹം അപ്പോഴും ഉണ്ടായിരുന്നത്. ഓക്കെ, നമ്മുടെ അറസ്റ്റ് ആയ സമയത്തും പുള്ളി എവിടെയാണെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. വിജിലൻസിലായിരുന്നു. ഓക്കെ, IPS അജിത് കുമാർ IPS ഇതാണ് പുള്ളിയുടെ ഫോണിലിട്ടേക്കുന്നത്. ഓക്കെ, ഈ പുള്ളിയായിട്ട് നല്ല ദോസ്താണ്. എന്ത് കാര്യങ്ങളുണ്ടായാലും ശരിയല്ല, അതിപ്പോ അജിത്ത് നമ്മുടെ കാര്യങ്ങളെ സഹായിച്ചോളൂ എന്ന് ശിവശങ്കർ സാർ നിങ്ങളോട് പറഞ്ഞിരുന്നു. തീർച്ചയായിട്ടും ഈ വിവാദം ഉണ്ടായതിനു ശേഷം, അതായത് ഈ നിങ്ങൾ കസ്റ്റഡിയിലായതിനു ശേഷം, അതിന് മുന്നേ കസ്റ്റഡിയിലാവുന്ന മുന്നേ അതിന് മുന്നേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നമ്മുടെ കാര്യങ്ങൾ നടക്കുമ്പോഴത്തേക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത് കുമാർ IPS എന്റെ ഏറ്റവും വലിയ ദോസ്താണ്. നിങ്ങൾക്ക് പോലീസ് വിഷയം എന്തായാലും നിങ്ങൾ എന്നെ വിളിച്ച് പറഞ്ഞു, അജിത് കുമാറിന്റെ കൊണ്ട് ഞാൻ എല്ലാം സോൾവ് ചെയ്ത് പറഞ്ഞിട്ടുള്ളതാണ്. ഓക്കെ, എന്നായിരുന്നു എം ശിവശങ്കർ നിങ്ങളോട് പറഞ്ഞിരുന്നു? അതെ. അത് കഴിഞ്ഞ ശേഷം ഇതേപോലെ തിരിച്ചു വന്ന ശേഷം ഞാൻ കസ്റ്റഡിയിൽ പോയി തിരിച്ചു വന്ന ശേഷം ഞാൻ അറിഞ്ഞിട്ടുള്ളതാണ്. ഞാൻ സമയത്ത് പ്ലീസ് ജസ്റ്റ് ലിസൺ. ഞാൻ കസ്റ്റഡിയിലായ സമയത്ത് ഞാൻ കസ്റ്റഡിയിലായിരുന്നു. ആ സമയത്താണ് സ്വപ്നയും കൊണ്ട് സന്ദീപ് ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് ബാംഗ്ലൂരിൽ എത്തുന്നത്. ആ എത്തുന്ന സമയത്ത് സന്ദീപിന്റെ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുത്തോണ്ടിരുന്നത് സന്ദീപിന്റെ ഫോണിൽ വിളിച്ചിരുന്നത് ശിവശങ്കർ സാറായിരുന്നു. ശിവശങ്കർ സന്ദീപിന്റെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ഈ വഴി പോയാൽ മതി, നിങ്ങൾ ഈ ചെക്ക് പോസ്റ്റ് വഴി പോയാൽ മതി, അവിടെ അജിത്ത് എല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഒരു ചെറിയ സംശയം, നിങ്ങൾ ഈ പോകുന്ന വഴി നിങ്ങളല്ല, സ്വപ്നയും അതോടൊപ്പം തന്നെ ഈ സന്ദീപും ഒക്കെ ഇവിടെ നിന്ന് ഇങ്ങനെ കടക്കുന്ന സമയത്ത് വർക്കലയിലെ ഒരു റിസോർട്ടിൽ താമസിച്ചു എന്നാണ് ഞങ്ങൾ മനസ്സിലാക്കുന്നത്. അതിന് സഹായം ചെയ്ത് നൽകിയത് ആരായിരുന്നു? അത് ശിവശങ്കർ സാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജിത്ത് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ വർക്കലയിലെ റിസോർട്ടിൽ വെക്കൂ, അവിടെ നിന്ന് രണ്ടാൾക്കാർ നിങ്ങളെ എസ്കോർട്ട് ചെയ്തോളൂ. നിങ്ങളൊരു വക്കീലുണ്ട്. ആ സമയത്തിന് വക്കീൽ ഉണ്ടായിരുന്നു. ആക്ച്വലി പുള്ളി എന്റെ ഒരു ഫാമിലി കോർട്ടിന്റെ കേസൊക്കെ നോക്കിക്കൊണ്ടിരുന്ന വക്കീലായിരുന്നു. അപ്പം പറഞ്ഞു ഒരു റിലയബിൾ അല്ല കാര്യങ്ങളൊക്കെ. പിന്നീട് ഈ വക്കീലിനെ നിങ്ങൾ അവിടെ നിന്ന് പോയപ്പോൾ നിങ്ങൾ ഈ വക്കീലിനെ റിസോർട്ടിൽ തന്നെ ഉപേക്ഷിക്കുകയും നിങ്ങൾ മാത്രം ഇവിടെ കടക്കുകയുമായിരുന്നു എന്നാണ് ഈ മനസ്സിലായി. അതെ, അതെന്താണ് ഈ വക്കീൽ അവിടെ ഉപേക്ഷിക്കേണ്ട കാരണം എന്താണ്? അതെ, ആക്ച്വലി ആ വക്കീൽ കുറച്ച് പുള്ളി മരിച്ചു പോയായിരുന്നു. പുള്ളി ഇപ്പം ജീവൻ ഇല്ല, പുള്ളി മരിച്ചു പോയില്ല. ഓക്കെ, അപ്പൊ അദ്ദേഹത്തെ കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത സാഹചര്യമായിരുന്നു. അതെ, പുള്ളിയെ കൊണ്ടുപോകണ്ട, പുള്ളി അവിടെ ഉപേക്ഷിക്കും. ബാക്കി സന്ദീപിട്ട് പറഞ്ഞത് സ്വപ്നയും ഫാമിലിയും കൊണ്ട് അജിത്ത് എന്നത് പറഞ്ഞിട്ടും നിങ്ങൾ പറയുന്നത് ഞാൻ പറയുന്ന റൂട്ടിൽ കൂടെ മാത്രമേ നിങ്ങൾ പോകാവൂ എന്നാണ് പറഞ്ഞത്. ഓക്കെ.